നമസ്കാരം. എൻ്റെ പേര് മഹേശ്വരി, സ്വദേശം പാലക്കാടാണ്. എനിക്ക് ഹൈറിച്ചായിട്ട് ബന്ധമുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് എനിക്ക് ഹൈറിച്ചിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ഒരു ജീവിതാനുഭവം കൂടെ ഞാൻ പറയുകയാണ്. അതായത് എൻ്റെ 3 മക്കളാണ്. 3 മക്കളിൽ 2 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണ്. ഈ കുട്ടികളെല്ലാം 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന പ്രായത്തിൽ തന്നെ അവരുടെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ കുട്ടികളെ ഞാൻ വളർത്തിയെടുത്തതും ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്തതും ചെറിയ ചെറിയ ജോലികളും പല സ്ഥലത്തും ഹോസ്പിറ്റലിലും പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ടൊക്കെ തന്നെയാണ് എൻ്റെ മക്കളെ ഞാൻ വളർന്ന് പഠിപ്പിച്ചത്. ലാസ്റ്റ് ഞാൻ ജോലി ചെയ്ത സ്ഥാപനം ഒരു നൂൽ കമ്പനിയാണ്. അവിടെ ഞാൻ 12,000-13,000 രൂപ ശമ്പളത്തിനാണ് 13 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. ഇത് വെച്ചിട്ട് തന്നെയാണ് എൻ്റെ മക്കളെ പഠിപ്പിച്ചതല്ല. പക്ഷേ അതോടുകൂടി നമ്മുടെ ബാധ്യത തീരുന്നില്ല. മക്കളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഈ 2 പെൺകുട്ടികളെയും ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ വീടൊക്കെ പണയപ്പെടുത്തി. ഇല്ല സ്വർണം സ്ഥാനം ഒന്നുമില്ല, എല്ലാം ഞാൻ വിറ്റിട്ടും പണയപ്പെടുത്തിയിട്ടും ഒക്കെ തന്നെയാണ് മക്കളുടെ കല്യാണം കഴിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ വ്യക്തികളുടെ അടുത്തൊക്കെ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അവസാനം ആകുമ്പോഴത്തേക്കും കൊടുക്കാൻ വയ്യ. കുട്ടികളുടെ കല്യാണവും കുട്ടികളുടെ പ്രസവം എല്ലാം കഴിയുമ്പോഴത്തേക്കും എനിക്കിതൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമായി. ഞാൻ ഒരാൾ എന്ത് പണി ചെയ്തിട്ട് ഈ 10,000-12,000 രൂപ ശമ്പളം കിട്ടിയിട്ട് നമുക്ക് ഈ കടങ്ങളൊക്കെ വീട്ടിയെടുക്കാൻ സാധിക്കുമോ? എനിക്കെന്തായാലും ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് എനിക്ക് എന്തായാലും എൻ്റെ വീട് തിരിച്ചു പിടിക്കാനോ ഈ വ്യക്തിയുടെ നിന്ന് വാങ്ങിയവരെ അവരൊന്നും കുറ്റം പറയാൻ ഒരു എമർജൻസിക്ക് നമുക്ക് തന്നതാണ്. എന്നതുപോലെ അവരുടെ പൈസ വീട്ടിയാലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഒന്നും കൊടുക്കാൻ പറ്റാത്ത മാനസികമായിട്ട് ഞാൻ ഉടഞ്ഞ് എന്തെങ്കിലും ചെയ്തു പോയാൽ എന്താ ചെയ്യുക? ആത്മഹത്യയെക്കുറിച്ച് പലവട്ടം ഞാൻ ചിന്തിച്ച് പോയതാണ്. പക്ഷേ ആത്മഹത്യ പറയുന്നത് എനിക്ക് ജീവിതം മടുത്തിട്ട് പോകുന്നതല്ല. എൻ്റെ കാരണം എൻ്റെ ബാധ്യത എൻ്റെ മക്കളെ ഏൽപ്പിക്കരുത്. ഈ ബാധ്യതകൾ പെൺകുട്ടികളോട് കല്യാണം കഴിച്ചു കൊടുത്ത മക്കളോട് പോയിട്ട് ഇത്ര കട ഇനി ഒന്ന് വീട്ടാൻ പറ്റും നമുക്കത് പറയാൻ പറ്റും? അതൊന്നും പറ്റില്ലല്ലോ നമുക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വല്ല മെഷീൻ അല്ലെങ്കിൽ കയ്യോ വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടും എന്നൊക്കെ ഞാൻ അവിടെ കേട്ടറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ ബസ്സുകളൊക്കെ പോകുന്നുണ്ടല്ലോ, ഒന്നും അറിയാതെ എൻ്റെ മേലെ ഒന്ന് ചാട് ഓടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിനോട് വലിയൊരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഈ ബാധ്യതകൾ തീർക്കാനും ഈ വീട് തിരിച്ചെടുക്കാനുള്ള എൻ്റെ ചിന്ത അപ്പം അങ്ങനെയൊക്കെയാണ് പോയത്. അപ്പോൾ ഇതിനെ തീർക്കാനുള്ള ഒരു ഇതും കൂടെ ആവുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ പകല് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം വൈകുന്നേരം 2-3 മണിക്കൂർ ഒരു പരി ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാനും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്നിട്ട് പോലും എൻ്റെ ദാരിദ്ര്യം തീർന്നില്ല. കാരണം ഒരു വാടക വീടെടുക്കുകയാണെങ്കിൽ വാടക പൈസ കൊടുക്കാൻ തന്നെ 4,000-5,000 കുറഞ്ഞത് ഒരു 4,000 രൂപ പോലും ഇല്ലാത്തൊരു വീടോ 3,000-4,000 ഇല്ലാത്തൊരു വീട് നമുക്ക് വാടക കിട്ടില്ല. അപ്പോൾ അത്രയും ദയനീയ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സമയത്താണ്, ജീവിതം മടുത്തിട്ടും വെറുത്തിട്ടും ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ഹൈറിച്ച് ഓണർഷിപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഹൈറിച്ച് ഓണർഷിപ്പിൽ ആ പ്ലാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കി, ഞാനത് പഠിച്ചെടുത്തു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് വന്നു. നല്ല പ്ലാനാണ്. ഇതിലൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വീട് തിരിച്ചു പഠിക്കാനും ഞാൻ ഓരോ വ്യക്തികളുടെ നിന്ന് വാങ്ങിയ കടങ്ങളും ബാങ്കുകളിലും എല്ലാം അടയ്ക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് കിട്ടി. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ അതിൽ പണിയെടുത്തത്. ഒരു 3-3.5 വർഷത്തോളമായിട്ട് ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാധ്യതകളെല്ലാം ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ എൻ്റെ വീട് തിരിച്ചെടുത്തു. ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസയൊക്കെ കുറേശ്ശെ ഞാൻ എല്ലാവരെയും കൊടുത്തു തുടങ്ങി. ഒരുവിധം എനിക്ക് നല്ല സമാധാനം കിട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. ഹൈറിച്ചിൽ വന്നപ്പോഴാണ് എനിക്ക് നമുക്കും മറ്റുള്ളവരെ പോലെ നന്നായി ജീവിക്കാൻ കഴിയും. മക്കൾക്ക് ഇഷ്ടപ്പെട്ട നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റും, ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റും, അവർ നല്ല വണ്ടി വാഹനങ്ങൾ വാങ്ങാൻ പറ്റും, നല്ല വീടും കാര്യങ്ങളും ഇതെല്ലാം സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ പ്ലാൻ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഈ പ്ലാന് നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നത്. എനിക്ക് എന്നെന്ന് ഞാനാക്കിയത് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ എന്നെ ഞാനാക്കിയതും ഹൈറിച്ച് തന്നെയാണ്. എനിക്ക് ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ ഹൈറിച്ചിലെ MD പ്രതാപ സാറും CEO ശ്രീന മാഡം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണപ്പെട്ട ദൈവമാണ്. കാരണം എനിക്കൊരു പുനർജന്മം തന്ന വ്യക്തികളാണ് അവർ. കാരണം ഞാനത് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് മരിക്കാതെ ഈ മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കണത്. അതുകൊണ്ട് എനിക്ക് കാണപ്പെട്ട ദൈവം തന്നെയാണ്. അത് എൻ്റെ പ്രാണം പോകുന്നെങ്കിൽ ഞാൻ അത് ഞാൻ മാറ്റി പറയുമൊന്നുമില്ല. മറ്റുള്ളവർ പുച്ഛിക്കരിക്കുക. പക്ഷേ ഹൈറിച്ചിലുള്ളവർ പറയില്ല. ഹൈറിച്ചിൽ പണം വാങ്ങിയ ഒരിക്കലും ആരും അത് പറയില്ല. ഹൈറിച്ചിന് പുറത്തുള്ള ആൾക്കാർ, ഹൈറിച്ച് എന്താണെന്ന് മനസ്സിലാകാത്ത ആൾക്കാർ തീർച്ചയായിട്ടും പറയും ആ ലേഡിക്ക് ഭ്രാന്താണ്. അതെന്തൊക്കെയാണ് പുലമ്പുള്ളത്? ഭ്രാന്തല്ല, പുലമ്പല്ല. എൻ്റെ പ്രാണം നഷ്ടപ്പെടാതെ നിന്ന് രക്ഷപ്പെടുത്തി ഇന്ന് ഈ സമൂഹത്തിൽ എനിക്ക് ഈ പ്രകൃതിയെല്ലാം ആസ്വദിച്ച് ജീവിക്കാനൊരു മാർഗം തന്നത് തന്നെ ഹൈറിച്ച് ഓണർഷിപ്പ് തന്നെയാണ്. അതൊന്നും യാതൊരു സത്യമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും ഞാനത് പറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കാണപ്പെട്ട ദൈവങ്ങൾ അവരെന്ന് പറഞ്ഞത്. മറ്റുള്ള കാര്യം എനിക്കറിയുന്നില്ല.
ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഹൈറിച്ച് എന്ന ഷോപ്പിൽ ഈ അക്കൗണ്ട് ഞങ്ങൾക്കിപ്പോൾ പലചരക്ക് സാധനങ്ങളൊക്കെ പാലക്കാട് കണ്ണാടി സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങളുടെ വാട്സപ്പിൽ ഈ സാധനങ്ങളൊക്കെ വീട്ടിലെത്തുകയും ചെയ്യും. ഞങ്ങൾക്ക് അതിലൊരു ഇൻസെൻറ്റീവും കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് അതെല്ലാം മുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ജോലിയില്ല. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ഈ അക്കൗണ്ട് ഫ്രീസ് ആകുന്നത് വരെയും ഞങ്ങൾക്ക് ഹൈറിച്ച് എന്ന ഷോപ്പിൽ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പരാതി പരിഭവങ്ങളൊന്നുമില്ല. പരാതി പരിഭവങ്ങളെല്ലാം ഹൈറിച്ചിന് പുറമേയുള്ള ആൾക്കാർക്കാണ്. എന്തിനാണ് മക്കളെ ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞങ്ങളെ രക്ഷപ്പെടുത്താണെന്ന് പറഞ്ഞിട്ടാണോ ഈ നെഗറ്റീവ് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഇതാ ഈ കണ്ണൂരിലുള്ള ഒരു യൂട്യൂബർ എന്തൊക്കെയോ പെണ്ണുങ്ങളെ കുറിച്ചിട്ടൊക്കെ വലിയൊക്കെ പറയണു. ഇവരെല്ലാവരും അമ്മ കൂടപ്പുറപ്പുകൾ ഇവരോടൊക്കെ കഴിഞ്ഞ് വളർന്ന മക്കൾ തന്നെയല്ലേ? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ 4 ദിവസം ജീവിച്ചാലും നന്നായി ജീവിച്ചിട്ട് മരിക്കണം അല്ലേ? എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കുറവും കണ്ടെത്തി ഒരു നല്ലോണം റോക്കറ്റ് പോലെ നല്ലോണം വളർന്നു വരുന്ന ഒരു സ്ഥാപനം, ലോകം മുഴുവനും പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിനെയാണ് ഇന്ന് കരിശാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഇന്ന് ഈ നെഗറ്റീവ് വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളുടെ പ്രായമാണ്. എനിക്കിന്ന് 53 വയസ്സായി. എനിക്ക് പറയാം, എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളാണ് ഈ യൂട്യൂബ് വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലവണ്ണം ചിന്തിച്ചിട്ടാണോ പറയുന്നത്? അവർക്ക് ജീവിതത്തിൽ ആ അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? അവരൊരു നേരം പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി എന്താണെന്ന് മനസ്സിലാക്കിയവർ തന്നെയാണോ ഈ വീഡിയോ അയച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണോ ഈ വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? 3 നേരം മക്കൾക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാനുള്ള ഇരിപ്പിടം ഉള്ള ആൾക്കാരാണോ ഈ വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും വീഡിയോ ഇറക്കണം. അപ്പം നമ്മളത് അംഗീകരിക്കും. മക്കളെ പഠിപ്പിക്കാൻ പോലും വഴിയില്ലാത്ത ആൾക്കാരാണ് ഈ വീഡിയോ ഇറക്കി പറഞ്ഞാൽ ഞങ്ങളെ പഠിക്കും. അവൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന്. നിങ്ങൾക്കെല്ലാം തികഞ്ഞിരിക്കില്ലേ? എന്തിനാണ് മറ്റുള്ള കമ്പനിയെ നിങ്ങളിങ്ങനെ നിഷേധിക്കുന്നത്? വളർന്നു വരുന്ന കമ്പനി അതിനാണല്ലോ കോടതിയും ഗവൺമെൻറ്റും നിയമമൊക്കെ. പ്രധാനമന്ത്രി എന്തോ ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ഞമ്മളെ എന്തായിക്കോട്ടെ, അവരെ നോക്കാനും ആ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാനും ഇന്ന് ഗവൺമെൻറ് ഉണ്ട്. അവർ നോക്കുമല്ലോ. അവർ നോക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ ഈ നല്ലൊരു കമ്പനിയിൽ നിന്ന് എല്ലാം പലിശാക്കുന്നത്? ഇനി എനിക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് പറയാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് ഗവൺമെൻറ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഇന്ന് 10 ലക്ഷം പേര് ഇതിന് ജീവിക്കുന്നുണ്ട്. ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ ഞാൻ 28 വയസ്സിൽ വിധവയായ സ്ത്രീയാണ്. ഞാൻ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ, ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ അവിടെ പോയിട്ട് ജോലിക്ക് കരഞ്ഞ് മക്കളെ പഠിപ്പിക്കുന്ന കാലത്ത് ഒരുപാട് ഗതികെട്ട് ഞാൻ കരഞ്ഞിട്ടാണ് അവസാനം ഒരു 6 മാസത്തെ ജോലി തന്നത്. ആ 6 മാസം കഴിഞ്ഞ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഇന്ന് 53 വയസ്സായി. ഒരു തവണ പോലും വിളിച്ചിട്ടില്ല. പലതവണ പോയി ചോദിച്ചു, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾക്ക് ആയിട്ടില്ല എന്ന്. എവിടെയെങ്കിലും ഒന്ന് അടിച്ചു വാരണം ജോലി, പാർട്ട് ടൈം സീപ്പറായിട്ടെങ്കിലും ഒന്ന് എടുക്കുവാണോ? എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ജോലി എല്ലാം കൊണ്ട് മരിക്കാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ. എങ്ങനെ ജീവിച്ച് തന്നെ മതിയാവേണ്ട? ഈ ഇത്തരം സാഹചര്യത്തിൽ ഈ ഹൈറിച്ചിൽ എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത്? ഇതിനോട് കിട്ടുന്ന വരുമാനം കൊണ്ട് എത്ര പേരാണ് ജീവിക്കുന്നത്? ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സാധനം വളർന്ന് അതിനോട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലവണ്ണം അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ എന്നീലൊക്കെ നെഗറ്റീവ് വീഡിയോ എടുക്കുക. ആവശ്യമില്ലാത്ത വീഡിയോസാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത്, പൊതുജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഹൈറിച്ച് എന്താണെന്നുള്ളത് നല്ലോണം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുറ്റോ കുറവോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണത് കേട്ടിട്ടോ നെഗറ്റീവ് വീഡിയോ കേട്ടിട്ടോ നിങ്ങളൊന്നും വിലയിരുത്തരുത്. ഇത് ഹൈറിച്ചിലുള്ളവരാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഹൈറിച്ചിലുള്ള ആരെങ്കിലും ഈ 7-8 മാസമായി ആരോപണത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളും കേസും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 7-8 മാസമായിട്ട് ഹൈറിച്ചിലുള്ള ആൾക്കാർ കൊണ്ട് ആരെങ്കിലും കാര്യപ്പെട്ട ആൾക്കാർ ആരെങ്കിലും പോയി പരാതി കൊടുത്തിട്ടുണ്ടോ? എൻ്റെ ഇത്ര രൂപ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹൈറിച്ചിന് പുറമേയുള്ള ആൾക്കാരാണല്ലോ വിമർശനങ്ങൾ മുഴുവനും കൊണ്ടുവരുന്നത്. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല. എന്നെപ്പോലെ സാധാരണ സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. ഞങ്ങളെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കണം. പിന്നെ യൂട്യൂബാണ് എന്തും പറയാമെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ യൂട്യൂബുകാർ ദയവ് ചെയ്ത് ഇറക്കരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഇറക്കുകയാണെങ്കിൽ അത് വിശ്വസിക്കുന്ന രീതിയിലും നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങൾ പറയുക. ഇതിപ്പോൾ ആവശ്യമില്ലാതെ ഇന്നാളെ ഞാൻ 2 യൂട്യൂബിൽ കണ്ണൂരത്തെ ഒരു യൂട്യൂബർ എന്തൊക്കെയോ സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ വേണ്ടാത്ത രീതികളൊക്കെ നെറ്റ്വർക്കേഴ്സ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. നെറ്റ്വർക്കേഴ്സ് എല്ലാവരും അങ്ങനെയാണോ? ഇന്നിപ്പോൾ ഇന്ത്യയിൽ എത്ര നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ട്? എത്ര പേര് നെറ്റ്വർക്ക് പല മേഖലകളില്ലേ? അപ്പോൾ അവരൊക്കെ ഇങ്ങനെയാണോ? നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ആരും കുറ്റപ്പെടുത്താനോ കുറവ് പറയാനോ വന്നതല്ല.
ഈ ഹൈറിച്ച് ഒരുപാട് പേരുടെ അന്നാണ്. ഹൈറിച്ചുള്ള ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്, വാടക കൊടുക്കുന്നുണ്ട്, ചികിത്സയ്ക്കുള്ള ധനസഹായം കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒത്തിരി പേര് കുടുംബം നയിക്കുന്നുണ്ട്. അതുകൊണ്ട് കോടതിയോട് എനിക്ക് പറയാനുള്ളതും ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇവർ ചെയ്ത ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നോക്കി അതെല്ലാം നിയമം പാലിച്ചുകൊണ്ടൊരു കമ്പനി പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കണം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിൽ റെഡിയും കൂപ്പൺ ചെയ്തുകൊണ്ട് പൈസ റെഡിയും കൂപ്പൺ വാങ്ങിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം പൈസ ഇന്ന് ഫ്രീസിൽ വെച്ചിരുന്ന അക്കൗണ്ടിലുള്ള പൈസ എല്ലാ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലും എത്തിക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് ആരെയും കുറ്റമോ കുറവോ ഒന്നും പറയുകയല്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഹൈറിച്ചായതുകൊണ്ട് മാത്രം ഞാൻ ജീവനോടെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്കൊരു സാഹചര്യം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം പറയുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നതിൽ ഇനിയിപ്പോൾ നെഗറ്റീവ് വീഡിയോസ്, എൻ്റെ മക്കളുടെ പ്രായമല്ല, നെഗറ്റീവ് വീഡിയോസ് ഒരു കാര്യത്തിൽ മനസ്സിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ. ഞാൻ മനഃപൂർവ്വം നിങ്ങളെ പുത്തണം പറഞ്ഞിട്ട് പറയുകയല്ല. നിങ്ങൾ ഇടുന്നതിൽ സത്യം എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട്, പിന്നെ ഒരാളെയല്ല മൊത്തത്തിൽ ആരും ഒരിക്കലും നമ്മൾ ആക്ഷേപിക്കരുത്. ആര് തെറ്റ് ചെയ്തോ അവരെ ശിക്ഷിക്കാം. മൊത്തത്തിൽ നമ്മൾ ആക്ഷേപിക്കുന്നത് ഒന്ന് നിർത്തണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ഇട്ട് പോകരുത്. സത്യസന്ധമായിട്ട് തന്നെ പോകണം. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ നന്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം ഈശ്വരൻ തന്നിട്ടേ എടുത്തുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.